ഹലോ, പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് കേക്കാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്നത് പോലെ തന്നെ 3 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലെയറിലൊക്കെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ക്രീമും അതുപോലെ ചോക്ലേറ്റ് ചെറുതായിട്ട് പീസാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിനെ ഫുള്ളായിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കാം. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ബോർഡ് ഇതിനിങ്ങനെ കുറച്ച് കളറ് മങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പഴയ ബോർഡ് ആയതുകൊണ്ടാണ്, അല്ലാതെ വേറെ നമ്മൾ ഉപയോഗിച്ച ബോർഡൊന്നുമല്ല കേട്ടോ, പുതിയ ബോർഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ വെക്കുമ്പോൾ, കുറേ ദിവസം ഇങ്ങനെ ബോർഡ് വാങ്ങിയിട്ട് കുറേ കാലം വെക്കുമ്പോൾ ഇങ്ങനെ കളറ് പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോർഡ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കേക്കിന് ഞാൻ ക്രം കോട്ടിങ്, ഫൈനൽ കോട്ടിങ് അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ക്രം കോട്ടിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് കൊടുത്ത് ഒന്ന് സെറ്റ് ആയതിനു ശേഷം പിന്നെ അടുത്ത കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ കൊടുക്കാനുള്ള കേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ വീട്ടിലേക്കുള്ള കേക്ക് ആയതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ തന്നെ ക്രീം വെച്ചിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കോട്ടിംഗ് ആയിട്ട് ആദ്യം തന്നെ ഫിനിഷാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കേക്കിന് ഞാൻ ഒരുവിധമൊക്കെ ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സൈഡിലായിട്ട് ഇതുപോലെ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇനിയാണ് നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേറ്റിങ്. അപ്പോൾ ഈ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇത് 2 സ്ക്യൂറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വണ്ണുള്ളത് ഉണ്ടാവുമല്ലോ, നമ്മൾ ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സ്റ്റിക്ക് ഇറക്കി കൊടുക്കാറുണ്ടല്ലോ, അത് ആയാലും മതി. എന്നിട്ട് ഞാൻ കുഞ്ഞ് ഫ്ലവറിൻ്റെ, റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ വരയ്ക്കുന്ന ആ ഒരു നോസിലിൽ റോസ് കളർ ക്രീമാണ് കേട്ടോ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിക്കിൽ ഇതുപോലെ കുഞ്ഞു റോസ് ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഈ ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് കുഞ്ഞു റോസ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇത്രയും വലിപ്പം മതി കേട്ടോ. ചെറിയ റോസാണ് വേണ്ടത്. നമുക്കൊരു 3D ഫ്ലവർ ലുക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മറ്റൊരു സ്ക്യൂർ കൊണ്ട് ഇതുപോലെ കേക്കിൽ ചെരിച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ കേക്കിൽ റോസ് നേരെയല്ലേ വെച്ച് കൊടുക്കുക, ഇതിലിങ്ങനെ ചെരിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സൈഡിലും വെച്ച് കൊടുക്കാം. ഇനി ഈ പെറ്റൽസിൻ്റെ ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെറിയൊരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ച കളർ ചേർത്തിട്ടുള്ള ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അത് നോസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊരു ഹോൾ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു മൊട്ടിനൊക്കെ ഇതുപോലെ തണ്ട് വരച്ചു കൊടുക്കാം. തണ്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ റോസാപ്പൂവ് വിരിഞ്ഞ് വരുന്നതിന് മുമ്പ് മൊട്ടിൻ്റെ അടിയിലുണ്ടാവുമല്ലോ ഒരു സംഭവം, എനിക്ക് അതിൻ്റെ പേരറിയുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ റോസിനോട് ചേർന്നിട്ട്, അതും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലുള്ള എല്ലാ മുട്ടിൻ്റെ അടിയിലും ഞാനിത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലുള്ള ഈ ഒരു മുട്ടിനും കൂടെ ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ റോസ് നേരെ വെച്ച് കൊടുക്കും. അതിന് പകരമായിട്ട് ഇതുപോലെ ചെരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ചെരിച്ചിട്ട് ഇങ്ങനെ തണ്ടൊക്കെ ആയിട്ട് വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിന് തന്നെ നല്ലൊരു 3D ലുക്കാണ് കേട്ടോ കിട്ടുന്നത്. ആ ഒരു റോസിന് നല്ലൊരു ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ റോസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി പച്ച കളറിലുള്ള ക്രീം വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്